ഐഡന്റിറ്റി നമ്മുടെ ടോവിനോട് പടം. എന്താ പറയണ്ട, എനിക്ക് സിനിമ അത്രയും ഇഷ്ടപ്പെട്ടില്ല. വേറൊന്നുമില്ല, പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു നോർമൽ പടം, പക്ഷെ ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുഴപ്പമില്ല. അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള, സിനിമയുടെ അടുത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനൊക്കെ ഇന്റർവെൽ വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്റർവെൽ കഴിഞ്ഞിട്ട് പടം പോയ പോക്കെന്ന് വെച്ചാൽ വേറെ നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കുകയാണ്. ഈ ഒരു ഒരു കഥയ്ക്കകത്ത് ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും. ആ ഫ്ലാഷ് ബാക്ക് കൂടാണ്ട് അതിനകത്ത് പല കാര്യങ്ങളും, അനാവശ്യമായിട്ടുള്ള കുറെ കഥകളൊക്കെ കയറ്റി ഒരാളെ പറ്റി തന്നെയുള്ള ഫ്ലാഷ് ബാക്ക്, അയാളുടെ വേറെ കാര്യങ്ങൾ, അതുപോലെ തന്നെ സിനിമയിലുള്ള പ്രധാനപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഓരോ കഥകളുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ പലതും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും കൺഫ്യൂസിംഗ് ആണ് സംഭവം എന്താണെന്നുള്ളത്. എനിക്ക് സെക്കൻഡ് ഹാഫിൽ ആകെ ഇഷ്ടപ്പെട്ടത് ആ ക്ലൈമാക്സ് ഉള്ള ഒരു ഫൈറ്റ് ആണ്. ഒരു ഫ്ലൈറ്റിനകത്ത് വെച്ചിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഒരു ഫൈറ്റ് നല്ല കിടിലനായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അത് സൂപ്പറായിരുന്നു. നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമാണ് എനിക്ക് പടത്തിന്റെ പോസിറ്റീവായിട്ട് തോന്നുന്നത്. ആ ഒരു ആക്ഷൻ മാറ്റി നിർത്തിയ എനിക്ക് സെക്കൻഡ് ഹാഫിൽ സത്യം പറയാൻ ഒന്നും മനസ്സിലായിട്ടില്ല. വേറെ ഒന്നുമല്ല, ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അത് തന്നെയായിരിക്കും അഭിപ്രായം. അതുപോലെ തന്നെ സിനിമയിൽ നമ്മൾ വെറുപ്പിച്ച ഒരാളെന്ന് പറയുന്നത് എനിക്ക് ഒന്ന് ഷെമ്മിത്തിലേരാണ്. ഷെമ്മിത്തിലിന്റെ കഥാപാത്രം വരുമ്പോഴൊക്കെ ഒരു ക്ലാസ് എടുക്കുന്ന പോലെയാണ്. പുള്ളി ഡോക്ടറാണ്. അയ്യോ, പുള്ളി ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പടത്തിന്റെ തുടക്കത്തിലൊന്നും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൃഷ വരുന്നുണ്ടല്ലോ, ആ തൃഷ വന്നതിന് ശേഷം പുള്ളിയുടെ സീനുകൾ, എല്ലാ സീനിലും പുള്ളി ഇങ്ങനെ നമുക്കൊരു സയൻസിന്റെ ക്ലാസ് എടുക്കണ പോലെയാണ്. ഒരു കഥാപാത്രം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു സിനിമയിൽ വന്നിട്ട് ഇന്നതാണ് നമുക്ക് അറിയാൻ മേലാത്ത, അതായത് പ്രേക്ഷകർക്ക് അറിയാൻ മേലാത്ത ഒരു കാര്യം അത് പഠിപ്പിച്ചു കൊടുക്കുവാണ്. അത് ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ്. പുള്ളിക്കാരൻ എല്ലാ സീനിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സാറ് വന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന പോലെ ഇത് ഇന്നതാണ്, നമുക്ക് വായിക്കൊള്ളാത്തവരുടെ പേരൊക്കെ മുട്ട് അത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ മെയിൻ ആയിട്ടൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയത്, നമുക്ക് ഇമോഷണലി ഒന്നും അങ്ങോട്ട് കണക്ട് ആവില്ല. പ്രത്യേകിച്ച് ഇമോഷണലി ഒന്നും തോന്നൂല. സിനിമയിൽ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നല്ലാണ്ട് അതും സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും ഇതെങ്ങനെയെങ്കിലും തീർന്നാ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ബോറിംഗ് ആയി കളഞ്ഞു കൂടെ സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിൽ പടം എവിടെ കൊണ്ട് നിർത്തിയോ അതിന്റെ അനുബന്ധിച്ചുള്ള ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നാൽ കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കാണുന്ന ഒരു സ്റ്റോറി ലൈൻ എൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിൽ പടം വേറെ തലത്തിലോട്ട് മാറും. അതാണ് സിനിമയുടെ ബഡ്ജറ്റ് കൂട്ടിയെന്ന് പറയാം. എന്തായാലും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. നിങ്ങൾക്ക് എങ്ങനെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക.